നമസ്കാരം, ഏവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കെല്ലാവർക്കും അക്ഷരങ്ങൾ എന്താണെന്ന് അറിയാം. എങ്ങനെയാണ് അക്ഷരങ്ങൾ ഉണ്ടാകുന്നതെന്ന് അറിയാമോ? വർണ്ണങ്ങൾ കൂടിച്ചേർന്നാണ് അക്ഷരങ്ങൾ ഉണ്ടാകുന്നത്. വർണ്ണങ്ങൾ കൂടിച്ചേർന്നാണ് അക്ഷരങ്ങൾ ഉണ്ടാകുന്നത്. അത് ഉദാഹരണം ഞാൻ പറയാം, എഴുതുമ്പോൾ കാണിച്ചു തരാം. അതായത് ക പ്ലസ് ആ, ക. പ പ്ലസ് ആ, പ. ത പ്ലസ് ഉ, തു. അങ്ങനെയാണ് അക്ഷരങ്ങൾ ഉണ്ടാകുന്നത് കേട്ടോ. വർണ്ണങ്ങൾ കൂടിച്ചേർന്ന് അക്ഷരങ്ങൾ ഉണ്ടാകും. അക്ഷരങ്ങളുടെ നമ്മൾ ഉച്ചരിക്കുന്ന സ്ഥാനഭേദത്തിനനുസരിച്ച് അക്ഷരങ്ങളെ 7 തിരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, എന്താണ് പറഞ്ഞത്? ഉച്ചരിക്കുന്ന സ്ഥാനഭേദം അനുസരിച്ച് അക്ഷരങ്ങളെ 7 തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് കണ്ഡ്യം. കണ്ഡ്യം. ക എഴുതുക, ണ എഴുതുക, ചന്ദ്രക്കല ഇടുക മുകളിൽ, ഠ എഴുതുക, ചിഹ്നമിടുക, കണ്ഡ്യം. ഇതാണ് കണ്ഡ്യം. കണ്ഡത്തിൽ നിന്നും, കണ്ഡ്യം എന്ന് പറഞ്ഞാൽ കണ്ഡത്തിൽ നിന്നും പുറപ്പെടുന്നതാണ് കണ്ഡ്യം. നമ്മൾ പറയുമ്പോൾ ഉദാഹരണത്തിന് ഏതൊക്കെ അക്ഷരങ്ങളാണ് ഈ കണ്ഡത്തിൽ ഉൾപ്പെടുന്നത് നോക്കാം. കണ്ഡത്തിൽ ഉൾപ്പെടുന്ന അക്ഷരങ്ങൾ ആ, അതായത് നമ്മൾ വാ തുറന്ന് പറയും, തൊണ്ട തുറന്നിങ്ങനെ പറയും. ക, ഖ, ഗ, ഇഖ, ങ, ഹ. ഇത്രയും അക്ഷരങ്ങളാണ് കണ്ഡ്യത്തിൽ വരുന്നത്. കണ്ഡ്യം അ, ആ, ക, ഖ, ഗ, ഖ, ങ, ഹ. ഇനി അടുത്തത്, രണ്ടാമത്തത് മൂർധന്യം. മൂ, ഏർ, ഇഥ, ദായും ധായും കൂടെ, ഞാൻ മറിച്ചിട്ട് ദായും കൂടെ ചേർന്ന് വരുന്നത്. ഇഥ, ന, യം. മൂർധന്യം. മൂർധന്യം എന്ന് പറഞ്ഞാൽ നാക്കിൻ്റെ അഗ്രം, നമ്മുടെ പറയുമ്പോൾ നമ്മുടെ നാക്കിൻ്റെ അഗ്രം മേലത്ത് അണ്ണാക്കിൽ മുട്ടിച്ച് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് മൂർധന്യത്തിൽ വരുന്നത്. മൂർധന്യത്തിൽ വരുന്ന അക്ഷരങ്ങൾ എർ, എർ, ഡ, ഠ, ഇഠ, ന, ര, ഷ, ള, ഴ, റ. ഇതാണ് മൂർധന്യത്തിൽ വരുന്ന അക്ഷരം. മൂന്നാമതായിട്ട് താലവ്യം. ത, ല, വ്യം. താലവ്യം എന്ന് പറഞ്ഞാൽ അണ്ണാക്കിൽ, നമ്മുടെ അണ്ണാക്കിൽ നാക്കിൻ്റെ മധ്യഭാഗം മുട്ടിച്ച് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് താലവ്യങ്ങൾ. അതിൽ വരുന്ന താലവ്യത്തിൽ ഉൾപ്പെടുന്ന അക്ഷരങ്ങൾ ഈ, ഈ, ച, ഛ, ജ, ഛ, ഞ, യ, ശ. ഈ അക്ഷരങ്ങളാണ് താലവ്യത്തിൽ വരുന്നത്. അടുത്ത് നമുക്ക് നാലാമത്തത് എന്താണെന്ന് നോക്കാം. നാലാമത്തത് ദന്ത്യം. ദ, ഇന്ദ, യായുടെ ചിഹ്നം യം. ദന്ത്യം. ദന്ത്യം എന്ന് പറഞ്ഞാൽ നാക്കിൻ്റെ അഗ്രം പല്ലിൻ്റെ ചുവട്ടിൽ മുട്ടിച്ചുച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് ദന്ത്യം. നാക്കിൻ്റെ അഗ്രം പല്ലിൻ്റെ ചുവട്ടിൽ മുട്ടിച്ച് ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ ദന്ത്യത്തിൽ പെടുന്നു.
അവ ഏതൊക്കെയാണ് നോക്കാം. ത, ഥ, ദ, ഥ, ന, ല, സ. ഇത്രയും അക്ഷരങ്ങളാണ് ദന്ത്യത്തിൽ വരുന്നത്. ദന്ത്യം. അതിന് അഞ്ചാമതായിട്ട് വരുന്നത് ഓഷ്ട്യം. 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 ഓഷ്ട്യം എന്ന് പറഞ്ഞാൽ ചുണ്ടുകൾ തമ്മിൽ ചേർത്തും വിട്ടും ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് ഓഷ്ട്യത്തിൽ വരുന്നത്. ചുണ്ടുകൾ തമ്മിൽ ചേർത്തും വിട്ടും ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ. അവയിൽ വരുന്നത് ഉ, ഊ, പ, പ, ബ, ഫ, മ, വ. ഇത്രയും അക്ഷരങ്ങളാണ് ഓഷ്ട്യത്തിൽ വരുന്നത്. അടുത്ത് കണ്ഠതാലവ്യം. കണ്ഠതാലവ്യം. താലവ്യം. കണ്ഠതാലവ്യത്തിൽ വരുന്നതാണ് എ, എ, ഐ. ഇത്രയും അക്ഷരങ്ങൾ കണ്ഠതാലവ്യത്തിൽ വരുന്നത്. എ, എ, ഐ. അടുത്ത ഏഴാമത്തത് കണ്ഠോഷ്ട്യം. 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 കണ്ഠോഷ്ട്യത്തിൽ വരുന്ന അക്ഷരങ്ങളാണ് ഓ, ഓ, ഔ. ഒരിക്കൽ കൂടെ പറയാം. ഇന്ന് സ്ഥാനഭേദം അനുസരിച്ച് അക്ഷരങ്ങൾ 7ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കണ്ഠ്യം. കണ്ഠ്യത്തിൽ വരുന്നതാണ്, കണ്ഠത്തിൽ നിന്നും പുറപ്പെടുന്നതാണ് കണ്ഠ്യം. അപ്പോൾ കണ്ഠ്യത്തിൽ വരുന്നതാണ് അ, ആ, ക, ഖ, ഗ, ഘ, ങ, ഹ എന്നീ അക്ഷരങ്ങൾ കണ്ഠ്യത്തിൽ വരുന്നതാണ്. രണ്ടാമത് മൂർധന്യം. മൂർധന്യത്തിൽ വരുന്ന അക്ഷരങ്ങളാണ് ഇർ, ഡ, ഠ, ഡ, ഠ, ണ, ര, ഷ, ള, ഴ, റ. അടുത്ത താലവ്യത്തിൽ വരുന്നതാണ് ഇ, ഈ, ച, ഛ, ജ, ഛ, ഞ, യ, ശ. അടുത്ത് ദന്ത്യം. ദന്ത്യത്തിൽ വരുന്നതാണ് ത, ഥ, ദ, ഥ, ന, ല, സ. അടുത്ത് ഓഷ്ട്യം. ഓഷ്ട്യത്തിൽ വരുന്നതാണ് ഉ, ഊ, പ, ഫ, ബ, ഫ, മ, വ. കണ്ഠതാലവ്യം എ, എ, ഐ. അടുത്ത് കണ്ഠോഷ്ട്യം ഒ, ഓ, ഔ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരുന്ന വീഡിയോ ആണ്. ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.